ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ മാരിഗോൾഡ് ബിസ്ക്കറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഐറ്റവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും കഴിക്കുമ്പോൾ ഒരു ചോക്ലേറ്റ് കേക്ക് കഴിക്കുന്ന പോലെയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അറിയാൻ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു 15 മാരിഗോൾഡ് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഇന്ന് ഞാനിത് തയ്യാറാക്കി കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ചോക്ലേറ്റ് ക്രീം തയ്യാറാക്കി എടുക്കണം. കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ ആ രീതിയിൽ തയ്യാറാക്കി എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് എടുത്ത് ബട്ടറും കൂടി ചേർത്ത് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. കൊക്കോ പൗഡർ ഉള്ളവർ ഈ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ കൊക്കോ പൗഡർ നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കണം. പൊടിക്കാത്ത പഞ്ചസാര ചേർത്താൽ നമുക്ക് നല്ലതുപോലെ അലിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ പൊടിച്ച പഞ്ചസാര ഒരു 4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു കുറച്ച് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് മിൽക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ മിൽക്ക് പൗഡർ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ബട്ടർ ചേർക്കണം. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ബട്ടറാണ് ചേർക്കേണ്ടത്. ഫ്രിഡ്ജിലിരിക്കുന്നത് ഡയറക്റ്റ് അതുപോലെ യൂസ് ചെയ്യരുത്. നമ്മൾ കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ച് ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ വേണം ഇതിലേക്ക് ഉപയോഗിക്കാൻ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ബട്ടറൊക്കെ മെൽറ്റായിട്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടണം. ഇപ്പോൾ ശരിക്കും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ആ ഒരു ഫോമിലായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടുന്ന ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഒരു സംഗതിയും കൂടി പ്രിപ്പയർ ചെയ്തെടുക്കാനുണ്ട്. ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡറും 1 സ്പൂൺ ഷുഗറും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് കലക്കി വയ്ക്കാം. അപ്പോൾ കോഫി പൗഡറിൻ്റെ ഫ്ലേവർ വേണ്ട, കോഫി ഫ്ലേവർ വേണ്ട എന്നുണ്ടെങ്കിൽ പ്ലെയിൻ വാട്ടർ യൂസ് ചെയ്താൽ മതി. അതും അല്ല എന്നുണ്ടെങ്കിൽ മിൽക്ക് യൂസ് ചെയ്യാം. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഓരോ ബിസ്ക്കറ്റായിട്ട് നമ്മളെടുത്ത് ആദ്യം കോഫി പൗഡർ കലക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളത്തിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അത് 2 സൈഡ് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കണം. നമുക്കിത് സെറ്റാക്കി എടുത്ത് ഇളക്കിയെടുക്കാനുള്ള സൗകര്യത്തിനാണ് ഒരു പരന്ന പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് അതിലോട്ട് വെച്ച് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം കുറേശ്ശേ വെച്ച് കൊടുക്കാം. നമ്മൾ ഈ കോഫിയിൽ മുക്കിയിട്ട് അതിൻ്റെ മുകളിൽ ക്രീമും കൂടി വെച്ചെടുക്കുമ്പോൾ ഇത് നല്ല ആ ഒരു ബിസ്ക്കറ്റ് നല്ലതുപോലെ കുതിർന്നൊരു കേക്ക് പോലെ ആയി കിട്ടും. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ബിസ്ക്കറ്റും ഇതേ രീതിയിൽ ചെയ്യണം. ഓരോ ബിസ്ക്കറ്റായിട്ട് എടുത്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കോഫിയുടെ വെള്ളത്തിലോട്ട് മുക്കിയ ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് വീണ്ടും നമ്മൾ ചോക്ലേറ്റ് ക്രീം വെച്ചിട്ട് വീണ്ടും അതേപോലെ റിപ്പീറ്റ് ചെയ്ത് എല്ലാ ബിസ്ക്കറ്റും ചെയ്തെടുക്കണം. അങ്ങനെ 15 ബിസ്ക്കറ്റും ഇതേ രീതിയിൽ നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് ഇതിൻ്റെ പുറം ഭാഗം എല്ലാം നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്നിങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടവർ പൊളിഞ്ഞു വീഴും. അപ്പോൾ ഒന്ന് പിടിച്ച് കൈ കൊണ്ടൊന്ന് പിടിച്ചിട്ട് നല്ലതുപോലെ എല്ലാ സൈഡിലും നല്ലതുപോലെ ഒന്ന് തേച്ച് കവർ ചെയ്തെടുക്കാം. എല്ലാ സൈഡിലും ഒന്ന് ലെവൽ ചെയ്ത് ഒന്ന് ഷേപ്പാക്കി എടുക്കണം. അങ്ങനെ ഏകദേശം ഒന്ന് ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ടവർ റെഡിയായി കിട്ടി. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. ആ ഒരു ചോക്ലേറ്റ് ഒന്ന് കട്ടിയായി കിട്ടണം. അപ്പോൾ ഒരു 1 മുതൽ 2 മണിക്കൂറിനുള്ളിൽ മാത്രമേ സമയം വേണ്ടി വരുള്ളൂ ചോക്ലേറ്റ് ഒന്ന് കട്ടിയായി കിട്ടാൻ. ഓരോരുത്തരുടെ ഫ്രിഡ്ജിൻ്റെ കൂളിംഗ് ടൈം അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. എനിക്കിപ്പോൾ 1.5 മണിക്കൂറേ വേണ്ടി എന്നുള്ളൂ. നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഇളക്കി എടുത്തിട്ട് ഒന്ന് ചരിച്ച് വെച്ച ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോഴാണ് നല്ലൊരു ഭംഗിക്ക് കിട്ടുക. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിങ്ങനെ ചരിച്ച് വെച്ചിട്ട് ഈ രീതിയിൽ സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ആകുമ്പം കുറച്ചൊരു കട്ടി ഉണ്ടാവും മുറിച്ചെടുക്കാൻ. ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് സോഫ്റ്റ് ആവും. അങ്ങനെ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഇത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.